പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തേക്കാർ മേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീർ
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-3 അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-37 അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. രാത്രി ഒലിവുമലയിൽ പോയി പാർക്കും. ജനമെല്ലാം അവൻ്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലും. മർക്കോസിൻ്റെ സുവിശേഷം 13-3 ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. പിന്നെ അവൻ ഒലിവുമലയിൽ ദൈവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി അവനോട് അത് എപ്പോൾ സംഭവിക്കും, അതിനെല്ലാം നിവൃത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. അവൻ ഒലിവുമലയിൽ ദൈവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവൻ്റെ അടുക്കൽ ചെന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ കർത്താവിനോടുകൂടെ ഇരിക്കുന്ന കൂട്ടായ്മയുടെ മലയാണ് ഒലിവുമല. അത് ഫെലോഷിപ്പിൻ്റെ മലയാണ്, അത് കൂട്ടായ്മയുടെ മലയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒലിവുമലയെക്കുറിച്ച് നാം ചിന്തിച്ചു, പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വന്നപ്പോൾ ഒലിവുമലയെക്കുറിച്ച് നാം ചിന്തിച്ചത് ഒന്ന്, അത് പ്രാർത്ഥനയുടെ മലയാണ് എന്നാണ്. രണ്ട്, അത് പാപബോധം നൽകുന്ന മലയാണെന്നാണ്. ദാവീദിന് ഒലിവുമല കയറിപ്പോയപ്പോൾ വലിയ ദുഃഖമുണ്ടായി, പാപബോധമുണ്ടായി. ഒരു കാലത്ത് ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ ഓരോന്നോരോന്നായി ഉണർന്നു വന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായ പാപങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് ദാവീദിന് കുറ്റബോധം കിട്ടിയ മലയാണ് ഒലിവുമല. കുറ്റബോധം തരുന്ന മലയാണ് ഒലിവുമല. ദാവീദിന് പാപബോധം കിട്ടി. ദാവീദ് കരഞ്ഞുകൊണ്ട് ചെരിപ്പിടാതെ തലമൂടി മുഖം മൂടി ഒലിവുമലയുടെ കയറ്റം കയറി എന്ന് നാം കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അത് ഈ ഒലിവുമല പ്രാർത്ഥനയുടെ മലയാണ്. പ്രാർത്ഥനാനിരതനായി യേശുക്രിസ്തു നിത്യപിതാവിൻ്റെ സന്നിധാനത്തിൽ ഇരുന്നതായ മലയാണ് ഒലിവുമല. മാത്രമല്ല, ഒലിവുമല കൂട്ടായ്മയുടെ മലയാണ്. കൂട്ടായ്മ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചേർന്ന് കർത്താവ് ഇരിക്കുകയും കർത്താവ് ശിഷ്യന്മാരെ ദൈവത്തിൻ്റെ അത്ഭുത വചനങ്ങളും മർമ്മങ്ങളും സത്യങ്ങളും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്ത മലയാണ് ഒലിവുമല. കർത്താവിൻ്റെ വചനം നിറപടിയായി ഒഴുകിയ മലയാണ് ഒലിവുമല. കർത്താവിൻ്റെ വചനം ശക്തിയായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് അവരെ ചേർത്തിരുത്തി കർത്താവ് പറഞ്ഞു കൊടുത്ത മലയാണ് ഒലിവുമല. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ ജീവിതത്തിൽ മലകളുണ്ടാകാം, താഴ്വരകളുണ്ടാകാം. മലകൾ കയറിക്കടക്കണം, താഴ്വരകൾ അത് കടന്ന് മറുപുറം ചെല്ലണം. പ്രിയപ്പെട്ടവരെ, മല നമ്മുടെ ജീവിതത്തിൽ ഒലിവുമലയായി നമുക്ക് അനുഭവസിദ്ധമാകണം. കൂട്ടായ്മയുടെ മല, കൂട്ടായ്മ ക്രിസ്തുവിനോടാണ് നമുക്ക് ആദ്യമായി ലഭിക്കേണ്ടത്. അത് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ നാം അത് കാണുന്നുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു എന്നാണ്. എന്താണ് കൂട്ടായ്മ എന്നതിനെക്കുറിച്ച് അവിടെ വിശുദ്ധ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. പിതാവാം ദൈവത്തോട് കൂട്ടായ്മ, പിതാവിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോട് കൂട്ടായ്മ. ദൈവത്തോട് കൂട്ടായ്മയില്ലെങ്കിൽ ദൈവമക്കൾക്ക് പരസ്പരം കൂട്ടായ്മ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നാണ് ദൈവമക്കൾക്ക് പരസ്പരം കൂട്ടായ്മ ലഭിക്കുന്നത്. ഫെലോഷിപ്പ് അഥവാ കൂട്ടായ്മ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ആത്മീക അനുഭവമാണ്. കൂട്ടായ്മയ്ക്ക് ഒരു ശക്തിയുണ്ട്, കൂട്ടായ്മയ്ക്ക് ഒരു കരുത്തുണ്ട്. ഒരുമിച്ച് നിന്ന്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് ദൈവവേല ചെയ്യുക, അത് 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ വളരെ വ്യക്തമായ
അനുഗ്രഹത്തിൻ്റെ ലക്ഷണമായിരുന്നു. അപ്പോസ്തലനായ പത്രോസ് പെന്തിക്കോസ്തി പെരുന്നാളിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച കാര്യം പറയുമ്പോൾ 11 നിന്നു എന്നാണ് നാം വായിക്കുന്നത്. 11 പേർ ഒരുമിച്ച് നിന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രസംഗിച്ചു എന്നല്ല. അപ്പോസ്തലനായ പൗലോസാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങളുടെ കൈ തൊട്ടതും എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നുണ്ട്. 1-ാമത്തെ ലേഖനത്തിൽ അങ്ങനെയാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ എന്നല്ല ഞങ്ങളെന്നാണ് പറയുന്നത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയുടെ ശക്തിയാണ്. അവിടെ ഒരു വ്യക്തിക്ക് സ്വന്തമായി നിലനിൽപ്പില്ല. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരണമോ ഒരു കൂട്ടായ്മ കൂടിയേ കഴിയൂ. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തേജനം ലഭിക്കണമോ ഒരു കൂട്ടായ്മ കൂടിയേ കഴിയൂ. ആത്മാവിൽ നിറവിലേക്ക് നിങ്ങൾ എത്തണമോ ഒരു കൂട്ടായ്മ കൂടിയേ കഴിയൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം കാണുന്നുണ്ട്, ശമൂവേൽ പ്രവാചകൻ്റെ കാലത്ത് കൂട്ടായ്മകളാണ് ഉണർവിന് വേദിയൊരുക്കിയത് എന്ന്. പഴയ നിയമം വായിക്കുമ്പോൾ കാണാം, ശമൂവേൽ പ്രവാചകൻ്റെ കാലത്ത് ശീലോവിൽ ഒരു കൂട്ടായ്മയുണ്ടായി. ശമൂവേൽ പ്രവാചകൻ സ്ഥാപിച്ചതാണത്. അവിടെ യെറിഹോവിലും ബേഥേലിലും ഗിൽഗാലിലും യോർദാനിലും എല്ലാം കൂട്ടായ്മകളുണ്ടായി. ആ കൂട്ടായ്മകൾക്ക് അന്ന് കൊടുത്ത പേര് പ്രവാചക സ്കൂളുകളെന്നാണ്. പ്രവാചക സ്കൂളുകൾ, കൂട്ടായ്മ യോഗങ്ങൾ, അവിടെ പ്രാർത്ഥനാ യോഗങ്ങൾ. സ്നേഹിതരെ, കൂട്ടായ്മ യോഗങ്ങളെ, പ്രാർത്ഥനാ യോഗങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സഭകൾ എവിടെയെല്ലാം സഭകൾ വളർന്നിട്ടുണ്ടോ അവിടെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുണ്ടായിട്ടുണ്ട്. എവിടെയെല്ലാം ആത്മാവിൻ്റെ ഉണർവുണ്ടായിട്ടുണ്ടോ അവിടെ വിശുദ്ധന്മാരുടെ ഏകാഗ്രമായ പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ ശക്തി അവിടെ പ്രശോഭിച്ചിട്ടുണ്ട്. വ്യക്തമാണത്. വെയിൽസിലെ ആത്മീയ ഉണർവ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കൂട്ടായ്മയുടെ ശക്തി നമുക്ക് കാണാം. ബിലി ഗ്രഹാമിൻ്റെ വലിയ സുവിശേഷ യത്നങ്ങൾ വിജയപ്രദമായതിൻ്റെ പിന്നിൽ കൂട്ടായ്മ പിന്നിലിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ശക്തി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം എന്തിന് മറ്റു പല സ്ഥലങ്ങളിലേക്കും നോക്കുന്നു? നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മ, ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ഇന്ന് നിൽക്കുന്നത് അത് നിങ്ങളെല്ലാവരും ചേർന്നുള്ളതായ ഒരു വലിയ ആത്മീയ പിൻബലത്തിലാണ്. നാം എല്ലാവരും ഒരുമിച്ചാണ് വേല ചെയ്യുന്നത്. നാം എല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല പ്രസംഗിക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല വേല ചെയ്യുന്നത്. എല്ലാവരും കൂട്ടായി യത്നിക്കുകയാണ്. എല്ലാവരും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് മുന്നേറുകയാണ്. ഒരു ഹൃദയത്തോടെ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. വേറെ ലക്ഷ്യം നമുക്കില്ല. ഭാഗ്യവശാൽ ഞാൻ ഇന്ന് വളരെ ആത്മാർത്ഥമായ സന്തോഷത്തോടെ തുറന്നു പറയട്ടെ, ഭാഗ്യവശാൽ നമുക്ക് വേറെ ലക്ഷ്യങ്ങളില്ല. വെസ്റ്റേൺ ഇൻട്രസ്റ്റ് നമുക്കില്ല. സ്ഥാപിത താല്പര്യങ്ങൾ നമുക്കില്ല. നിക്ഷിപ്ത താല്പര്യങ്ങൾ നമുക്കില്ല. ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം നമുക്കില്ല. പണം സമ്പാദിക്കാനുള്ള ലക്ഷ്യം നമുക്കില്ല. ഏതെങ്കിലും തരത്തിൽ കുറച്ച് രൂപ സമ്പാദിച്ച് ഒരു സ്വത്ത് സമാഹരിക്കണമെന്നുള്ളതായ ചിന്ത നമുക്കില്ല. ഒരു പൊതുസ്വത്ത് ഉണ്ടാക്കണമെന്നുള്ളതായ ആഗ്രഹം നമുക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എവിടെയെല്ലാം കൂട്ടായ്മകൾ തകർന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ ഒന്നിയിൽ പണത്തിൻ്റെ ആ സ്വാധീനം ആ കൂട്ടായ്മയിലുള്ള ദൈവമക്കളെ ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കാണാം. കൂട്ടായ്മകൾ തകരുന്നത് ഒന്നുകിൽ പണം, അതല്ലെങ്കിൽ ലൈംഗികമായ പാപത്തിൻ്റെ അതിപ്രസരം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഓർത്തുകൊള്ളുക, പണത്തിൻ്റെ ആഗ്രഹം വരികയും പണം സ്വരൂപിക്കണമെന്നുള്ളതായ ആഗ്രഹം ഉണ്ടാവുകയും സ്വരൂപിക്കുന്ന പണം എങ്ങനെ വിനിമയം ചെയ്യണമെന്നുള്ളതായ തർക്കമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് കൂട്ടായ്മകൾ തകരുന്നത്. പുറമേ തർക്കം വന്നില്ലെങ്കിലും അകത്ത് തർക്കമുണ്ടായാൽ കൂട്ടായ്മ യോഗങ്ങൾ തകരുകയും ആത്മവീര്യം കെട്ടുപോവുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതല്ലെങ്കിൽ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ വിശുദ്ധി നഷ്ടപ്പെട്ടവരായി ഏതെങ്കിലും പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ പാപങ്ങളിൽ പെട്ട് കഴിയുമ്പോൾ കൂട്ടായ്മകൾ തകരുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ഈ കാലഘട്ടത്തിൻ്റെ അത്യന്താപേക്ഷിതമായ
ഒരു വലിയ അനിവാര്യതയാണ്. ദൈവത്തിന് സ്തോത്രം. അതൊരു ഇനെവിറ്റബിലിറ്റിയാണ്. ഇനെവിറ്റബിലിറ്റി ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണത്. അനുപേക്ഷണീയമായൊരു കാര്യമാണ്. ഈ തലമുറയിൽ അത് കൂടിയേ കഴിയൂ. എവിടെയെല്ലാം സഭകളുണ്ടോ അവിടെയെല്ലാം കൂട്ടായ്മ യോഗങ്ങളുണ്ടാകട്ടെ, അവിടെയെല്ലാം പ്രാർത്ഥനാ യോഗങ്ങളുണ്ടാകട്ടെ, അവിടെയെല്ലാം പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെ കൂടിവരവുകളുണ്ടാകട്ടെ. വിശുദ്ധന്മാരുടെ കൂട്ടം, അതാണ് കൂട്ടായ്മ. പുറമേയുള്ളതായ കൂട്ടായ്മ, പുറമേയുള്ളതായ സംഘടന, അതിന് ബലമില്ല, അതിന് ആന്തരികമായ കരുത്തില്ല. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരു സഭയുടെ ബലമെന്ന് പറയുന്നത് ആ സഭയിലെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഇടവകയുടെ ശക്തി എന്ന് പറയുന്നത് ഇടവകയിലെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ്, പ്രാർത്ഥനായോഗമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഏത് സഭയിലുള്ളവരാണെങ്കിലും ഏത് സമുദായത്തിലുള്ളവരാണെങ്കിലും ആരും സമുദായം മാറണ്ട, ആരും സഭ മാറണ്ട, ആരും തങ്ങൾ പോകുന്ന പള്ളി മാറണ്ട, തങ്ങൾ പോകുന്ന ആ ആധ്യാത്മികമായ കൂടിവരവുകൾ മാറണ്ട. പക്ഷേ ഹൃദയം മാറിയ ദൈവമക്കൾ, വിശുദ്ധ ഹൃദയം പ്രാപിച്ച ദൈവമക്കൾ, ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരണം അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നു എങ്കിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ തീയിറങ്ങും. ദൈവത്തിന് സ്തോത്രം. അവർ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ആദ്യം മുതലുള്ളത്, ആദ്യകാലം മുതൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, അവർ കൂട്ടായ്മ ആചരിച്ചു. സഹോദരങ്ങളെ, ഒലിവുമല കൂട്ടായ്മയുടെ മലയാണ്. യേശുവിനോടുകൂടെ ഇരിക്കുന്നതാണ് കൂട്ടായ്മ. ദൈവമക്കൾ മാത്രം കൂടിയിരുന്നാൽ കൂട്ടായ്മയാവില്ല. കുറേ പേര് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ കൂട്ടായ്മയാവില്ല. യേശു അവിടെ അധ്യക്ഷനായിട്ടുണ്ടായിരിക്കണം, യേശു അവിടെ നേതാവായിട്ടുണ്ടായിരിക്കണം, യേശു അവിടെ ഗുരുനാഥനായിട്ടുണ്ടായിരിക്കണം, യേശു അവിടെ നായകനായിട്ടുണ്ടായിരിക്കണം. യേശുവാണ് ഭരിക്കേണ്ടത്, യേശുവാണ് നടത്തേണ്ടത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ വരുമ്പോൾ ദൈവമക്കൾ പരസ്പരം വിനയമുള്ളവരായിത്തീരും, പരസ്പരം തിരുത്തുന്നവരായിത്തീരും, പരസ്പരം കുറ്റാരോപണമല്ല, പരസ്പരം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി താങ്ങുന്നവരും സഹിക്കുന്നവരും ക്ഷമിക്കുന്നവരും പൊറുക്കുന്നവരുമായി തീരും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ മാത്രം സാധ്യമാകുന്ന കാര്യങ്ങളാണ്. നാം കാണാതെ പഠിച്ച് വരുത്തേണ്ട കാര്യങ്ങളല്ല, നാം എഴുതി വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളല്ല. ആത്മാവ് നമ്മിൽ വന്നാൽ ആത്മാവ് നമ്മെ നിയന്ത്രിച്ചുകൊള്ളും. പരിശുദ്ധാത്മാവ് നമ്മിൽ ഇറങ്ങിയാൽ പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ നമ്മെ വഴി നടത്തിക്കൊള്ളും. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്, പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്, പരിശുദ്ധാത്മാവ് നല്ല നായകനാണ്, പരിശുദ്ധാത്മാവ് നല്ല നടത്തിപ്പുകാരനാണ്. സകല സത്യത്തിൽ നമ്മെ വഴി നടത്തും. അതാണ് കൂട്ടായ്മയുടെ ബലം. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. കർത്താവായ യേശു ക്രിസ്തു അധ്യക്ഷനായിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷ് ഭാഷയിൽ സുപ്രസിദ്ധമായ ഡിക്ഷണറി എഴുതിയ സാമുവൽ ജോൺസനെ കുറിച്ച്? സാമുവൽ ജോൺസൺ ഇംഗ്ലീഷ് ഭാഷയിൽ അപാര പാരംഗത നേടിയ മനുഷ്യനാണ്. അഗാധമായ പാണ്ഡിത്യം നേടിയ ഒരു വലിയ പണ്ഡിത വരേണ്യനാണ് സാമുവൽ ജോൺസൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ സാമുവൽ ജോൺസൺ അദ്ദേഹം ഡിക്ഷണറി എഴുതി. വളരെ സുപ്രസിദ്ധമായ ഡിക്ഷണറിയാണ് എഴുതിയത്. ഇംഗ്ലീഷ് ഭാഷയിലെ ആധികാരികമായ നിഘണ്ടു. സഹോദരങ്ങളെ, ഒരവസരത്തിൽ അദ്ദേഹം ഒരിടത്ത് ചെന്നപ്പോൾ ഒരു ടീച്ചർ, ഒരു അധ്യാപിക അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, അങ്ങ് ഡിക്ഷണറി എഴുതി, അങ്ങയുടെ ഡിക്ഷണറിയിൽ ഒരു വാക്ക് അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് തെറ്റിപ്പോയല്ലോ. സാമുവൽ ജോൺസൺ പറഞ്ഞു, ഏത് വാക്കാണ്? അവർ പറഞ്ഞു, ഇന്ന വാക്കിന് ഇന്ന അർത്ഥമല്ലേ പറഞ്ഞത്, അത് തെറ്റല്ലേ, അതിൻ്റെ ശരിയായ അർത്ഥം ഇന്നതല്ലേ. സാമുവൽ ജോൺസൺ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു, പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് അറിവില്ലായിരുന്നു, എൻ്റെ അജ്ഞതയായിരുന്നു, എൻ്റെ അറിവില്ലായ്മയായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ, ആ അധ്യാപിക പറഞ്ഞു, ഇതാണ് നല്ല ലക്ഷണം, ഇതാണ് ഏറ്റവും നല്ല ലക്ഷണം. തെറ്റുണ്ടായും സമ്മതിക്കാൻ സാധിക്കുക, കുറ്റമുണ്ടായും സമ്മതിക്കാൻ സാധിക്കുക, സ്വന്തം അജ്ഞത അംഗീകരിക്കാൻ സാധിക്കുക, സ്വന്തം അറിവുകേട് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുക. അവിടെ അഭിമാന ഭംഗമല്ല, അത് മഹത്വത്തിൻ്റെ ലക്ഷണമാണ്. എനിക്കെല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നതല്ല മഹത്വ ലക്ഷണം. എനിക്ക് അറിവുകേടുകളുണ്ട് എന്ന് സമ്മതിക്കാനുള്ള വിനയമാണ് മഹത്വത്തിൻ്റെ ലക്ഷണം. സഹോദരങ്ങളെ, യേശുക്രിസ്തു അധ്യക്ഷനായിരുന്നാൽ നമുക്ക് ആ ഭാഗ്യം ലഭിക്കും. നമുക്ക് സ്വയം വിനയപ്പെടാൻ സാധിക്കും, നമുക്ക് താഴാൻ സാധിക്കും, എനിക്ക് ഇന്ന കുറവുകളുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും. അത് കൂട്ടായ്മയുടെ ബലമാണ്. കൂട്ടായ്മയുടെ ശക്തി തർക്കിച്ച് ജയിക്കുന്നതല്ല,
കൂട്ടായ്മയുടെ ശക്തി പരസ്പരം വാഗ്വാദം ചെയ്യുന്നതല്ല. ചില കാര്യങ്ങളിൽ കടുംപിടുത്തത്തോടെ ഞാൻ പിടിച്ചത് ശരിയെന്ന് അങ്ങ് മൂക്കറ്റം വാദിക്കുന്നതല്ല. എന്നാൽ കൂട്ടായ്മയുടെ ബലമെന്ന് പറയുന്നത് പരസ്പരം വിധേയപ്പെടുന്നതാണ്, പരസ്പരം വിനയപ്പെടുന്നതാണ്, പരസ്പരം അംഗീകരിക്കുന്നതാണ്, പരസ്പരം താണുകൊടുക്കുന്നതാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, സാമുവൽ ജോൺസന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോക്രട്ടീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോക്രട്ടീസ് ആഥൻസിലുള്ളതായ ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടാറുണ്ട്. ആഥൻസ് പഴയകാലത്തെ ഒരു വലിയ സിറ്റി സ്റ്റേറ്റാണ്, ഒരു നഗരരാഷ്ട്രമാണ്. ആഥൻസിൽ അനേകം യുവാക്കന്മാരെ അദ്ദേഹം വിളിച്ചു കൂട്ടും. ബുദ്ധിപരമായി ചിന്തിക്കുന്ന നല്ല ബുദ്ധിശാലികളായ ചെറുപ്പക്കാരെ അദ്ദേഹം വിളിച്ചു കൂട്ടും. ഏതെങ്കിലും വഴിയോരത്ത് അവരെ കൂട്ടി നിർത്തിക്കൊണ്ട് അവർക്ക് അനേകം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പണ്ഡിതനായ സോക്രട്ടീസ്, മഹാതത്വജ്ഞനായ സോക്രട്ടീസ്, മഹാദാർശനികനായ സോക്രട്ടീസ് അവർക്ക് അനേകം പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സോക്രട്ടീസ് പറയുന്നതെല്ലാം അവർ ശ്രദ്ധയോടെ കേൾക്കും. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നും അറിയാൻ വയ്യല്ലോ. ആ യുവാക്കൾ ചോദിച്ചു, ഗുരു, പിന്നെ നാം തമ്മിൽ എന്താണ് വ്യത്യാസം? അങ്ങേക്ക് ഒന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതെങ്കിലും അറിയാം, നിങ്ങൾക്ക് അതും അറിഞ്ഞുകൂടാ. എന്താണത്? എനിക്ക് ഒന്നും അറിയാൻ വയ്യ എന്നുള്ളൊരറിവുണ്ട്, നിങ്ങൾക്ക് ആ അറിവ് പോലുമില്ല. ഒന്നും അറിയാൻ വയ്യ എന്നുള്ള അറിവ് എനിക്കുണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് ഒന്നും അറിയാൻ വയ്യ എന്നുള്ള ഒരു അറിവുണ്ട്. സഹോദരങ്ങളെ, എനിക്കൊന്നും അറിയാൻ വയ്യ എന്നുള്ള ആ അറിവാണ് കൂട്ടായ്മയിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം അറിയുന്ന ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വന്നിരുന്ന് എനിക്കൊന്നും അറിയാൻ വയ്യ എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്നതാണ് കൂട്ടായ്മയുടെ ശക്തി. അന്ത്രയോസും പത്രോസും യോഹന്നാനും യാക്കോബും ആ കൂട്ടായ്മയ്ക്കായി ഒലിവുമലയിലേക്ക് ചെന്നു. യേശുവിൻ്റെ പാദപീഠത്തിലിരുന്നു. സഹോദരങ്ങളെ, 3.5 വർഷം മുൻപ് അങ്ങ് യോർദാനാറ്റിൻ്റെ വക്കിൽ വെച്ച് യേശുവിനെക്കുറിച്ച് അവർ കേട്ടതാണ്. അവർ യോർദാനാറ്റിൻ്റെ വക്കിൽ ആ ശബ്ദം മുഴങ്ങി, സ്നാപക യോഹന്നാൻ്റെ ശബ്ദം മുഴങ്ങി. എന്താണ് പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. യേശു നടന്ന് നീങ്ങുകയാണ്. യോഹന്നാൻ സ്നാപകൻ വെള്ളത്തിൽ യോർദാനാറ്റിൽ നിൽക്കുകയാണ്. നടന്നു നീങ്ങുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിരൽ ചൂണ്ടി, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. യേശു നടന്നു പോകുമ്പോൾ പിന്നാലെ ഈ ശിഷ്യന്മാർ കൂടി. അന്ത്രയോസും യോഹന്നാനും പിന്നാലെ ചെന്നു. പ്രിയപ്പെട്ടവരെ, ആ 2 ശിഷ്യന്മാർ പിന്നാലെ ചെന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരാണ്. അവർ യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ച ഈ പുതിയ ഗുരുവിൻ്റെ പിന്നാലെ കൂടി പിറകെ ചെന്നു. അവരെ ചോദിച്ചു, ഗുരു, അങ്ങ് എവിടെയാണ് പാർക്കുന്നത്? യേശു ഒന്ന് അവരുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, വന്ന് കാൺമീൻ. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഇന്നിടത്താണ് ഇന്ന് പാർക്കുന്നതെന്ന് പറയാൻ സ്വന്തമായ പാർപ്പിടമില്ല. ഇന്നിടത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന് പറയാൻ സ്വന്തമായൊരു പാർപ്പിടമില്ല. വന്ന് കാൺമീൻ, കം ആൻഡ് സീ, വന്ന് കാൺമീൻ എന്ന് കർത്താവ് പറഞ്ഞു. അവർ യേശുവിൻ്റെ പിന്നാലെ നടന്നു. അവർ ചെന്ന് ഒലിവുമലയിലെത്തി. ഒലിവുമലയിൽ അന്ന് അവർ യേശുവിനോട് രാപാർത്തു. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞ മധുരമൊഴികൾ അവരുടെ ഹൃദയത്തെ സ്വാധീനം ചെയ്തു. യോഹന്നാൻ്റെ ഹൃദയത്തെ സ്വാധീനം ചെയ്തു. അന്ത്രയോസിൻ്റെ ഹൃദയത്തെ സ്വാധീനം ചെയ്തു. എന്തുണ്ടായി? അവരുടെ ഹൃദയത്തിൽ ഉൾപ്പുളകം കൊണ്ടുകൊണ്ട് അവർ അതിവേഗത്തിൽ അവരുടെ ഭവനങ്ങളിലേക്ക് ചെന്നു. യാക്കോബിനെ വിളിച്ചുകൊണ്ട് യോഹന്നാൻ വന്നു. അന്ത്രയോസ് പോയി പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നു. സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് വന്നു. സഹോദരന്മാർ വന്നു. അവർ യേശുവിൻ്റെ പാദപീഠത്തിൽ വന്നു. അവരും യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു. സഹോദരങ്ങളെ, അന്ന് തുടങ്ങിയ ഒരു സുഹൃത്ത് ബന്ധം, അന്ന് തുടങ്ങിയ ഒരു ഗുരുശിഷ്യബന്ധം, അന്ന് തുടങ്ങിയ ഒരു പ്രാർത്ഥനാബന്ധം, അന്ന് തുടങ്ങിയതായ ഒരു സ്നേഹബന്ധം ഇന്ന് ഈ സമയത്ത് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ക്രിസ്തുവിനോടൊരു സ്നേഹബന്ധമുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. ക്രിസ്തുവിനോടൊരു സ്നേഹബന്ധം, ക്രിസ്തുവിനോട് ഒരു വലിയ അടക്കാനാവാത്ത സ്നേഹത്തിൻ്റെ ദൃഢമായ ബന്ധം, അത് നിങ്ങൾക്ക് വേണമോ? പ്രിയപ്പെട്ടവരെ, അതിപ്പോൾ നിങ്ങൾക്ക് സാധ്യമായി തീരുന്നതാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പുളകം കൊള്ളും. നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കും. കഷ്ടപ്പാടുള്ള ലോകത്ത്, ദുരിതമുള്ള ലോകത്ത്, ഞെരുക്കമുള്ള ലോകത്ത്, യാതനകളും വേദനകളുമുള്ള ലോകത്ത്, അഭിപ്രായ ഭിന്നതകളും വൈരുദ്ധ്യങ്ങളുമുള്ള ലോകത്ത് നിങ്ങൾക്ക് സാക്ഷാൽ ശാന്തിയും സാക്ഷാൽ സമാധാനവും ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അത് കൂട്ടായ്മയുടെ ശക്തിയാണ്. അന്ത്രയോസിന് ലഭിച്ചു,
പത്രോസിന് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, യോഹന്നാനും യാക്കോബിനും ലഭിച്ചു. പിന്നീട് ഫിലിപ്പോസിനും നഥനയേലിനും അത് ലഭിച്ചു. അനേകം ശിഷ്യന്മാർക്ക് ലഭിച്ചു. ഇന്നിതാ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഈ കൂട്ടായ്മയുടെ മാധുര്യം ലഭിക്കുകയാണ്. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഞാൻ വിനയപൂർവ്വം ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ കൂട്ടായ്മയുടെ ശക്തി വേണമോ? നിങ്ങൾക്ക് ഈ കൂട്ടായ്മയുടെ മാധുര്യം വേണമോ? യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളവിടെ ചേർന്നിരിപ്പീൻ, ആ പാദത്തിൽ നിങ്ങൾ മുട്ടുമടക്കുവീൻ. യേശുവിൻ്റെ പാദത്തിൽ ചേർന്നിരുന്നു കൊണ്ട്, കൂട്ടായ്മയുള്ള ദൈവമക്കളുടെ സഹിത്വത്തിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ വേദന കാണുന്ന ദൈവമക്കളോട് ചേർന്ന്, നിങ്ങളുടെ ഭാരങ്ങൾ അറിയും ദൈവമക്കളോട് ചേർന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയും ദൈവമക്കളോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ, നിങ്ങളുടെ ഉള്ളു പകരാൻ യേശു നിങ്ങൾക്കൊരു കൂട്ടായ്മ തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദുരുദ്ദേശമില്ലാത്ത കൂട്ടായ്മകളിൽ നിങ്ങൾ പങ്കാളികളാകുവീൻ. മറ്റ് ലക്ഷ്യമില്ലാതെ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സത്യകൂട്ടായ്മയിൽ നിങ്ങൾ ചേർന്ന് വരുവീൻ. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും സംഘടന ഉണ്ടാക്കുവാനല്ല, ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനല്ല, ഏതെങ്കിലും മനുഷ്യരെ കാണിക്കുന്ന പ്രവർത്തന മേഖലകൾ തുറക്കുവാനല്ല, എന്നാലോ ഒരേ ഒരു ലക്ഷ്യം മാത്രം, ടു ബി അലോൺ വിത്ത് ജീസസ്. യേശുവിനോടുകൂടെ ഇരിക്കാനുള്ള കൂട്ടായ്മ, യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് ബലം പ്രാപിച്ച് ഇറങ്ങി പ്രവർത്തിപ്പാനുള്ള കൂട്ടായ്മ, യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് ആത്മാവിന് ശക്തി പ്രാപിച്ച് ജനലക്ഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ജനങ്ങളെ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്ന് ആശ്വാസ കേന്ദ്രത്തിൽ എത്തിക്കുവാനുള്ള കൂട്ടായ്മ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആശ്വാസദായകനായ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് അനേകരും ആടി അടുപ്പിക്കാനുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ മാധുര്യം പ്രിയപ്പെട്ടവരെ ഒലിവുമല നിങ്ങൾക്ക് തരട്ടെ. ഒലിവുമലയിലേക്ക് കയറി വരുവീൻ. ഒലിവുമല ഇതാ നിങ്ങൾ മാടി വിളിക്കുന്നു. പ്രാർത്ഥനയുടെ മല നിങ്ങളെ മാടി വിളിക്കുന്നു. കുറ്റബോധം തരുന്ന മല നിങ്ങളെ മാടി വിളിക്കുന്നു. മാത്രമല്ല, കൂട്ടായ്മയുടെ ഒലിവുമല നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വരുവീൻ, യേശുവിൻ പാദത്തിൽ ഇരിപ്പീൻ, ഉള്ളു പകരുവീൻ, ഹൃദയം പകർന്ന് പ്രാർത്ഥിപ്പീൻ, യേശു തരുന്ന ആശ്വാസവചനങ്ങൾ കേൾക്കുവീൻ, യേശുവിൻ്റെ ദിവ്യ ശബ്ദം കേട്ട് ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുവീൻ, ജീവിതം ശാന്തമോഹനമാക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ളവർ കർത്താവേ, വാഴ്ത്തപ്പെട്ട യേശുവേ, ഈ അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കൂട്ടായ്മയുടെ മാധുര്യവും കൂട്ടായ്മയുടെ സ്നേഹവും ദൃഢമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് കൂട്ടായ്മയുടെ മധുരമയിലേക്ക് കടന്നു വരുവാൻ തീരുമാനമെടുത്തവരുടെ മേൽ അവിടുത്തെ ആണിപ്പാടൽ കരം വയ്ക്കണമേ. എല്ലാവരും യേശുവിൻ്റെ കൂട്ടായ്മയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ, യേശുവിൻ്റെ കൂട്ടായ്മയിൽ വന്ന് ആശിസ്സും കൃപകളും പ്രാപിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ദുഃഖത്തിലും കഷ്ടപ്പാടിലും പണത്തിന്റെ ഞെരുക്കത്തിലും കടത്തിന്റെ ബാധ്യതയിലും ഉലഞ്ഞു വലയുന്നവരെ തൃക്കരം നീട്ടി ആശീർവദിക്കണമേ. എല്ലാവരുടെയും മേൽ അവിടുത്തെ ശാന്തി പകരണമേ. കുടുംബ സമാധാനം അയക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യുവാക്കളെ ബലപ്പെടുത്തണമേ. പ്രായമായവരെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ.